അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം ആദരവ് നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അവിടുത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന തുടക്കം കുറിച്ചിട്ടുള്ള ഓൺലൈൻ കോഴ്സ് സിറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിൽ അതിൻ്റെ 4ാമത് സീസണിലെ 16ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു ഈ എപ്പിസോഡിന്. സറൈത മിൻ ഹറമീ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമീ വബിത്ത തർഖാ ഇലാ അൽനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിലൂടെയാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ബുർദയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജ് ആകുന്നു. ഇസ്രാ എന്നതിനെക്കുറിച്ച് രാത്രിയിലുള്ള സഞ്ചാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുൾ മുറ്റിയ രാവിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രയാണം കണക്കെ ഒരു ഹറമിൽ നിന്ന്, അഥവാ മക്കാ ഹറമിൽ നിന്ന് പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു. ഇത് ഇസ്രായിനെ കുറിച്ചിട്ടുള്ള സൂചനയാകുന്നു. ഈ വരിയിലൂടെ മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു വിരൽ ചൂണ്ടുന്നതും ഇതിലേക്കാകുന്നു. സറൈത മിൻ ഹറമീ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമീ. ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് യാത്ര. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൂടെയുണ്ട്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ ബൈത്തിലൂടെ ഇസ്രായിനെക്കുറിച്ചാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇസ്രാ സംഭവ ബഹുലമാകുന്നു. അതിലേക്ക് ഒരു വിരൽ ചൂണ്ടുകയാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞത് പൂർണ്ണചന്ദ്രൻ ഇരുൾ മുറ്റിയ ഒരു രാത്രിയിൽ പൗർണമി, പൂർണ്ണചന്ദ്രൻ ചലിക്കുന്നത് പോലെയുണ്ടായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യാത്രയെന്ന് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മക്കയിലെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരുപാട് വഴിദൂരമുണ്ട്. എന്നാൽ ഈ വഴിദൂരങ്ങളൊക്കെ താണ്ടണമെങ്കിൽ ചുരുങ്ങിയ സമയത്ത്, രാത്രിയുടെ ചുരുങ്ങിയ സമയത്ത്, സെക്കൻഡുകളിലൂടെയുള്ള സമയങ്ങളിലാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാഹനം വേണം. കാരണം ചുരുങ്ങിയ സമയത്ത് പരിശുദ്ധ മക്കയിൽ ഒരു വീട്ടിൽ, ഹറമിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ കടന്നുറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോകുന്നത് വളരെ ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കാവുന്നു. അപ്പോൾ അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു വാഹനം വേണം. ആ പ്രത്യേകമായ വാഹനമാകുന്നു ബുറാഖ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷമാകുന്നു
ഈ ചരിത്ര മഹാസംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ 51-ാമത്തെ വയസ്സിലാണ് ഈ മുഅ്ജിസത്ത് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഏറെ വേദനിച്ച വർഷമായിരുന്നു ഈ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാന്തനപ്പെടുത്തിയത് തുല്യതയില്ലാത്ത 2 മുഅ്ജിസത്ത് നൽകിക്കൊണ്ടായിരുന്നു. ഒന്ന് ഇസ്രാ, ഒന്ന് മിഅ്റാജ്. കാരണം താങ്ങും തണലുമായിരുന്ന മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി അബൂ ത്വാലിബ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യ. ഈ 2 മഹൽ വ്യക്തിത്വങ്ങളുടെയും മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച മരണമായിരുന്നു. സാധാരണ അവനവൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന മരണം പോലെ ഈ 2 മരണത്തെയും കരുതിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ആരും വീട് വളഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുണയായിട്ട് ഈ 2 മഹൽ വ്യക്തിത്വങ്ങളും കൂടെയുണ്ടായിരുന്നു. അബൂ ത്വാലിബും അതുപോലെ തന്നെ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയും കൂടെയുണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു. കാരണം മക്കയിലെ അവരുടെ ബഹുമതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടയാൻ ശത്രുക്കളെ പേടിപ്പിച്ചത് അത് തന്നെയായിരുന്നു എന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, ഒരു തെറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. അള്ളാഹു ഒരുവനാണ് എന്ന് പറയുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ തെറ്റ് ചെയ്യാത്ത ഈ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാരായിരിക്കുന്ന ആളുകൾ വിഷമിപ്പിച്ചതും പ്രയാസത്തിലാക്കിയതും. അങ്ങനെയുള്ള ഒരു ഘട്ടം, താങ്ങും തണലുമായിരുന്ന 2 ആളുകൾ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇനി ഏത് സമയവും ശത്രുക്കളുടെ വാളുകൾ തനിക്ക് എതിരെ നീളും എന്ന് മാത്രമല്ല തങ്ങളുടെ വീട് വളയും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. ആ സമയത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് യാത്ര പോയത്. തായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ടത് മക്കയിൽ ഉള്ളതിനേക്കാളും പ്രയാസമായിരുന്നു. കല്ലേറ് തട്ടിയത് ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവൻ ബാക്കിയായത് തന്നെ വലിയ സൗഭാഗ്യം. അങ്ങനെ ഹൃദയവേദനവുമായിട്ടാണ് തായിഫിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുന്നത്. ആ അവസരത്തിലാണ് അള്ളാഹു ഇത്രമേൽ വലിയ ഒരു മുഅ്ജിസത്ത് അല്ലെങ്കിൽ 2 മുഅ്ജിസത്ത് അള്ളാഹു താല നൽകുന്നത്. ഒന്ന് ഇസ്രാ, 2 മിഅ്റാജ്. ഈ 2 മുഅ്ജിസത്തിലേക്കാകുന്നു മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. സറൈത മിൻ ഹറമി ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിമ്മിനല്ലുലമീം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഹറമിലേക്ക് രാത്രിയുടെ അല്പസമയത്തിനകം സഞ്ചരിച്ചെത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുൾ മുറ്റിയ രാത്രിയിലെ ഇരുൾ മുറ്റിയ ഏതാനും നിമിഷങ്ങളിലൂടെ ഒരു പൗർണമി ഓടിയാലെന്ന പോലുണ്ട് നബിയെ അങ്ങയുടെ യാത്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രയെ വർണ്ണിക്കുകയാണ് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. ആദ്യയാത്ര ഇസ്രാ എന്ന് പറയുന്ന ആദ്യയാത്ര ഭൂമിയിലൂടെ തന്നെ. പൂർണ്ണനിദ്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലാണ്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് തട്ടിയുണർത്തുന്നത്. അവിടെ നിന്ന് പ്രത്യേക ഒരു വാഹനത്തിൻ്റെ പുറത്ത്, ആ വാഹനത്തിൻ്റെ പേര് ബുറാഖ് എന്ന അത്ഭുതം മൃഗമാകുന്നു, അതിൻ്റെ പുറത്താകുന്നു സവാരി. കൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പോകുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഇസ്രാ ഭൂമിയിലാണ് നടന്നിട്ടുള്ളത്, എന്നാൽ മിഅ്റാജ് ഭൂമിയിലൂടെയല്ല. ഇതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇൻ്റെ ആദ്യ ആയത്തിലൂടെ അതാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്.
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ഇസ്രായിനെക്കുറിച്ച് സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ, ഒരു നാഥൻ എത്ര പരിശുദ്ധൻ, അല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയുടെ ചുരുങ്ങിയ സമയം തൻ്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. എന്തിനു വേണ്ടി? ലിനുരിയഹു, അവിടത്തേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ലിനുരിയഹു മിൻ ആയാത്തിന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഏറ്റവും മുബാറക്കായിരിക്കുന്ന സ്ഥലം ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാകുന്നു പരിചയപ്പെടുത്തിയത്. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിലേക്കാണ് മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ വീണ്ടും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നേരെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്കും ഒരുപാട് കാഴ്ചകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി. ആ വരിയിലാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു മിഅ്റാജിനെ കുറിച്ച് പറയുന്നത്. വബിത്ത തർഖാ ഇലാ അൽനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ച് മഹാൻ പറയുന്നത് ഇങ്ങനെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാത്രിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അത് ഉയരങ്ങളിലേക്ക് കയറി ഖാബ ഖൗസൈൻ എന്ന് പറയുന്ന സ്ഥാനം വരെ എത്തി. ഈ സ്ഥാനം വല്ലാത്ത ഒരു പദവിയാകുന്നു. ആ പദവി ഇന്ന് വരെ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു പദവിയാകുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ന് വരെ ഒരാളും തന്നെ ആഗ്രഹിച്ചിട്ടുമില്ല. ആ സ്ഥാനമാകുന്നു ഖാബ ഖൗസൈൻ എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളിലേക്കും അവിടെ നിന്നും എത്രയോ ഉയരങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാണം നടത്തി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അങ്ങനെ ഖാബ ഖൗസൈൻ എന്ന പ്രത്യേക ഒരു സ്ഥാനത്ത്, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി. ഖാബ ഖൗസൈൻ എന്നതുകൊണ്ട് പല വിവക്ഷകളും ഉണ്ട് അതിൻ്റെ പിന്നിൽ. അല്ലാഹു അലം. ഏതായിരുന്നാലും അമ്പും വില്ലും അടുക്കുന്നത് പോലെ ഹബീബും മഹബൂബും, ആരാണ് മഹബൂബ്? അല്ലാഹു തആല. അപ്പോൾ ഹബീബും മഹബൂബും തമ്മിൽ അടുത്തു എന്നാണ് പൊതുവെ ഒരു വിവക്ഷ പറയലുണ്ട്. അതിനപ്പുറം ആന്തരികമായി വളരെ വിശാല അർത്ഥങ്ങളുള്ള ഒരു വചനമാണിത് എന്നാണ് മഹാന്മാരായിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു വീക്ഷണം. ഒരു സ്ഥാനം, ആ സ്ഥാനത്താവട്ടെ മറ്റാരും ഇതുവരെ എത്തിയിട്ടില്ല, മറ്റാരും ഇതുവരെ അത് ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം എത്തിപ്പിടിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ആ സ്ഥാനം ലഭിച്ചു. അമ്പിയാക്കൾക്കും മലക്കുകൾക്കും മറ്റെല്ലാ മഹാത്മാക്കൾക്കും അതറിയാം. ഈ സ്ഥാനത്ത് നബി തങ്ങളല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരും അത് എത്തിപ്പിടിക്കുകയില്ല. ആ മറ്റാരും എത്തിപ്പിടിക്കാത്ത ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി. അത് എത്തുന്നത് വരെ തങ്ങൾ ആകാശത്തിലൂടെ അല്ലെങ്കിൽ ഉയരങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു. ഈ സഞ്ചാരത്തിനാണ്, അഥവാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഉപരിമണ്ഡലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് മറ്റ് ഒരുപാട് കാഴ്ചകളിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല കൊണ്ടുപോയി. ഈ കൊണ്ടുപോകലിനാകുന്നു മിഅ്റാജ് എന്ന് പറയുന്നത്.
ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ രണ്ടാമത്തെ വരിയിലൂടെ മിഅ്റാജിനെ കുറിച്ചാകുന്നു പഠിപ്പിക്കുന്നത്. എന്താണ് മിഅ്റാജ്? മിഅ്റാജിൻ്റെ രാത്രിയിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. ഒന്നാം ആകാശത്ത് ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാതിൽ മുട്ടി. തങ്ങളോട് ചോദിച്ചു, ഇതാരാകുന്നു എന്ന്. അവിടുന്ന് മറുപടി പറഞ്ഞു, അന ജിബ്രീലു. രണ്ടാമതും ചോദിച്ചു, വമൻ മഅക, നിങ്ങളോട് കൂടെ ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട് എന്ന് മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ, ആനയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒന്നാം ആകാശത്തിലേക്ക് കയറിയപ്പോൾ മഹാനാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിൽപ്പുണ്ട്. തൻ്റെ വലത് ഭാഗത്ത് നോക്കി മഹാനവറുകൾ ചിരിക്കുന്നു, ഇടത് ഭാഗത്ത് നോക്കി മഹാനവറുകൾ കരയുകയും ചെയ്യുന്നു. ഓരോ സംഘം ആളുകൾ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുണ്ട്. അവരിലേക്ക് നോക്കിയിട്ടാണ് കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ഈ അത്ഭുത കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, നബിയെ, അവിടെ നിന്ന് ഇരിക്കുന്നത് അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്നു. ആ വലഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്ന ആളുകളാവട്ടെ അവർ സ്വർഗാവകാശികളും നരകാവകാശികളുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. മിഅ്റാജിൻ്റെ കാഴ്ചകൾ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതും ഒരുപാട് വലിയ കാഴ്ചകളുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ആകാശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ പോയി. രണ്ടാം ആകാശത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ആകാശത്ത് ചെല്ലുമ്പോഴും മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ സ്വീകരിക്കുന്നുണ്ട്, വളരെയധികം സ്വാഗതം ചെയ്യുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഇദ്രീൽ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇങ്ങനെ പല പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി ഓരോ ആകാശത്തിലും ചെന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് അടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്ത് ചെന്നു. അള്ളാഹു വലിയൊരു സമ്മാനം നൽകി. ആ വലിയ സമ്മാനമാണ് 50 വഖത്ത് നിസ്കാരം എന്ന് പറയുന്നത്. തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം. ഇത് നിങ്ങളുടെ സമുദായത്തിന് എടുക്കാൻ കഴിയുന്നതല്ല 50 വഖത്ത് നിസ്കാരം, അതുകൊണ്ട് കുറച്ച് നൽകാൻ പറയണം. അങ്ങനെ അള്ളാഹു താലാൻ്റെ തിരുസന്നിധിയിൽ വീണ്ടുമെത്തി 5 വഖത്ത് കുറച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കലും അള്ളാഹുവിൻ്റെ അടുക്കലും 9 തവണ നടന്ന് 5 വീതം കുറച്ചു. അവസാനം അള്ളാഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇത് 5 വഖത്ത് നിസ്കാരമാകുന്നു, പക്ഷേ ഫലത്തിൽ ഇത് 50 വഖത്ത് തന്നെയാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി തിരിച്ചു വന്നു. അതിനിടയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഞാൻ ലജ്ജിക്കുന്നു. അങ്ങനെയാകുന്നു തിരിച്ചു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനിടയിൽ പല അത്ഭുതങ്ങൾ കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുത്തുമാലകൾ തൂക്കിയിട്ടിരിക്കുന്നു, കസ്തൂരിയാണ് അവിടുത്തെ മണ്ണ് എന്ന് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിരവധി ഹദീസുകളിലൂടെ ഇസ്രായിനെക്കുറിച്ചും മിഅ്റാജിനെക്കുറിച്ചും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായമനുസരിച്ച് ഇസ്രാഉം മിഅ്റാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തോടു കൂടെയായിരുന്നു എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാകുന്നു ഇത് ഒരു ആത്മീയ യാത്രയായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആത്മീയ യാത്രയായിരുന്നുവെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ഈ യാത്ര കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ മക്കയിൽ തിരിച്ചെത്തി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള ഖുറൈശികളോട് ഇത് പറഞ്ഞപ്പോൾ, അവർ നിഷേധിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, ഈ യാത്രയെക്കുറിച്ച് ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മറ്റുള്ളവർ പോയി പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിനാകുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് എന്നാണ്. ഒരു സ്വപ്നത്തിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രമേൽ വലിയ സ്ഥാനം ലഭിക്കുമോ? അതുമല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മുർത്തദ്ദുകളായി പോയി ഈ വാർത്ത വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ. സത്യത്തിൽ മുർത്തദ്ദാകാൻ മാത്രമാണോ ഉള്ള ഒരു വാർത്തയാണോ? ഒരു ആത്മീയ യാത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വപ്നയാത്രയായിരുന്നുവെങ്കിൽ. എന്നാൽ മഹാന്മാരായിരിക്കുന്ന ഇമാമുകളൊക്കെ പറയുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തോടു കൂടെയുള്ള യാത്രയായിരുന്നു എന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം അടുത്ത വരിയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.